ഹലോ എവരിബഡി, എല്ലാവർക്കും ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു പുതിയ ദിനത്തിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മ ദിവസമാണ്. അവിടെയാണ് നമ്മുടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഒരു ഊർജം ലഭിച്ച സ്ഥലം. ആ വൈക്കം സത്യാഗ്രഹ സമരഭൂമിയുടെ ഓർമ്മകൾക്കും മുന്നിൽ തണുവണങ്ങിക്കൊണ്ട് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ ബുദ്ധനോ കാർൽ മാർക്സോ എന്ന വിശകലനമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കെട്ടിപ്പടുക്കുന്നത് വെറും പാഴ്വേലയാണ്. കാരണം ഭരണകൂടത്തിൻ്റെ അന്തർധാനം എന്തെന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വയം സമ്മതിക്കുന്നുണ്ട്, ഭരണകൂടം സ്ഥിരം സ്വേച്ഛാധിപതിയായി വർത്തിക്കുക എന്ന സിദ്ധാന്തം തങ്ങളുടെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൻ്റെ ഒരു ന്യൂനതയാണെന്ന്. ഭരണകൂടം അന്തിമമായി അന്തർധാനം ചെയ്യും എന്ന വാദത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ അഭയം തേടുന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഉത്തരം നൽകേണ്ട രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അന്തർധാനം ചെയ്യുക? രണ്ട്, അത് അന്തർധാനം ചെയ്യുമ്പോൾ എന്താണ് പ്രസ്തുത സ്ഥാനത്ത് നിലവിൽ വരിക? ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മണ്ണിൽ പ്രസക്തിയുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യമായ ഭരണകൂടത്തിന് എപ്പോഴാണ് അന്തർധാനം ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് നിശ്ചിതമായ സമയം നൽകാൻ കമ്മ്യൂണിസ്റ്റുകാർക്കാവില്ല. ഹ്രസ്വകാല സ്വേച്ഛാധിപത്യം നന്നായിരിക്കും എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നത്. ജനാധിപത്യം സുരക്ഷിതമാക്കുന്നതിന് അത് സ്വാഗതാർഹമായ കാര്യം ആണെന്ന് പോലും അവർ വിചാരിക്കുന്നു. സ്വേച്ഛാധിപത്യം അതിൻ്റെ ജോലി ചെയ്തു കഴിയുമ്പോഴും ജനാധിപത്യത്തിൻ്റെ പാതയിലുള്ള പ്രതിബന്ധങ്ങളും വിലങ്ങുതടികളും നീക്കം ചെയ്ത് ആ പാത സുരക്ഷിതമാക്കി കഴിയുമ്പോഴും എന്തുകൊണ്ട് സ്വയം ഇല്ലാതായിക്കൂടാ? അശോകൻ അതിൻ്റെ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ അശോകൻ കലിംഗർക്കെതിരായി അക്രമം പ്രയോഗിച്ചു. പക്ഷേ അതിനുശേഷം അദ്ദേഹം അക്രമം പാടെ പരിത്യജിച്ചു. ഇന്ന് നാം കാണുന്ന ജേതാക്കൾ അവരുടെ ഇരകളെ നിരായുധീകരിക്കുക മാത്രമല്ല, സ്വയം നിരായുധീകരിക്കുകയും ചെയ്താൽ ലോകമൊട്ടാകെ സമാധാനമുണ്ടാകും. കമ്മ്യൂണിസ്റ്റുകാർ ഉത്തരം തന്നിട്ടില്ലാത്ത ചോദ്യമാണ് അവർ അന്തർധാനം ചെയ്യുമെന്ന ചോദ്യത്തേക്കാൾ പ്രധാനം. അവർ അന്തർധാനം ചെയ്യുമ്പോൾ എന്താണ് തൽസ്ഥാനത്ത് നിലവിൽ വരിക എന്ന ചോദ്യത്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ തൃപ്തികരമായി ഉത്തരം നൽകിയിട്ടില്ലാത്തത്. അത് അന്തർധാനം ചെയ്യുന്നത് വഴി അരാജകത്വം ഉണ്ടാകുമോ? ഉണ്ടാകും എന്നാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കെട്ടിപ്പടുക്കുന്നത് വെറും പാഴ്വേലയാണ്. ബലം കൊണ്ടല്ലാതെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ നിലനിർത്താനാവുകയില്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന ബലം പിൻവലിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അരാജകത്വം ഉണ്ടാകുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഈ സമൂഹത്തിന് ഉള്ളത്? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു, നമ്മൾ വിപ്ലവം അല്ലെങ്കിൽ ബലം പിൻവലിച്ചു കഴിഞ്ഞാൽ ഭരണകൂടത്തെ നിലനിർത്താൻ മതത്തിന് മാത്രമേ കഴിയൂ എന്ന്. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ
മതത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയല്ലേ? മതത്തോട് അവർക്കുള്ള വിദ്വേഷം രൂഢമൂലമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസത്തിന് സഹായകരമായ മതങ്ങളെയും സഹായകരമല്ലാത്ത മതങ്ങളെയും തമ്മിൽ അവർ വേർതിരിക്കുക പോലുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ ക്രിസ്തുമതത്തോട് അവർക്കുള്ള വിദ്വേഷം ബുദ്ധമതത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പരിശോധിച്ച് നോക്കാൻ പോലും അവർ മെനക്കെടില്ല. അവർ ദ്വിമുഖന്മാരായിരുന്നു. ക്രിസ്തുമതത്തിനെതിരായ അവരുടെ കുറ്റാരോപണം ക്രിസ്തുമതം ജനങ്ങളിൽ പരലോക ചിന്ത വളർത്തിക്കൊണ്ടുവന്ന് ഇഹലോകത്തിൽ അവർ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടാൻ ഇടയുണ്ടാക്കുന്നു എന്നതാണ്. ഇത്തരമൊരു ആരോപണം ബുദ്ധമതത്തിനെതിരായി ഉന്നയിക്കാൻ സാധ്യമല്ലെന്ന കാര്യം ആദ്യ ഭാഗത്ത് ഉദ്ധരിച്ചിട്ടുള്ള ബുദ്ധമത തത്വങ്ങൾ ബാബ അംബേദ്കർ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി ക്രിസ്തുമതത്തിനെതിരായി ഉന്നയിക്കുന്ന രണ്ടാമത്തെ ആരോപണം ബുദ്ധമതത്തിനെതിരായി ഉന്നയിക്കാൻ സാധിക്കില്ല. കാരണം ഈ ആരോപണം മതം മനുഷ്യനെ മയക്കുന്ന കറപ്പാണ് എന്ന പ്രസ്താവനയിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്നത് ബൈബിളിൽ കാണുന്ന ഗിരിപ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണം ദാരിദ്ര്യത്തെയും ദൗർബല്യത്തെയും മഹത്വവൽക്കരിക്കുന്നു. ദരിദ്രർക്കും ദുർബലർക്കും അത് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ബുദ്ധൻ്റെ ഉപദേശങ്ങൾ ഗിരിപ്രഭാഷണം കാണാനില്ല. അദ്ദേഹം ഉപദേശിക്കുന്നത് സ്വത്ത് സമ്പാദിക്കാനാണ്. ഈ വിഷയത്തെപ്പറ്റി അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ അനഥപിണ്ഡികന് നൽകിയ ഉപദേശം ഒരിക്കൽ അനുകൃതനായ താമസിക്കുന്നിടത്തേക്ക് അനഥപിണ്ഡികൻ വരികയുണ്ടായി. അവിടെ വന്ന് അദ്ദേഹത്തെ ഉപചാരപൂർവ്വം നമസ്കരിച്ച ശേഷം ഒരു വശത്തൊരു ഇരിപ്പിടത്തിലിരുന്ന് അത്തരം അനന്തരം അനന്തപിണ്ഡികൻ ഇപ്രകാരം ചോദിച്ചു: ഒരു ഗൃഹസ്ഥന് സന്തോഷകരവും സാഹതോറവും ഒപ്പം അഭികാമ്യമായ എന്നാൽ ദുർബലവുമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഗ്രഹീതൻ പറയാമോ? ആ ചോദ്യം കേട്ട ശേഷം അതിനുത്തരമായി പറഞ്ഞത്: നിയമാനുസൃത സ്വത്ത് സമ്പാദിക്കുക, അതാണ് ഒന്നാമത്തേത്. രണ്ടാമതായി നിയമാനുസൃതമായ നിങ്ങളുടെ ബന്ധുക്കൾക്ക് സ്വത്ത് നൽകുക എന്നതാണ്. മൂന്നാമത്തേത് ദീർഘകാലം ജീവിച്ച് നല്ല വാർദ്ധക്യത്തിലെത്തുക എന്നതുമാകുന്നു. ബലം പിൻവലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിപ്ലവം പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസം നിലനിർത്താനുള്ള അന്തിമ സഹായം എന്ന നിലയിൽ റഷ്യക്കാർ ബുദ്ധമതത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നുണ്ടെന്ന് തോന്നുന്നില്ല. റഷ്യക്കാർ അവരുടെ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. എന്നാൽ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധൻ സ്വേച്ഛാധിപത്യമല്ലാതെ കമ്മ്യൂണിസം സ്ഥാപിച്ചു എന്ന അത്ഭുതങ്ങളുടെ ഒരു അത്ഭുതവും അവർ വിസ്മരിക്കുന്നു. അത് വളരെ ചെറിയ തോതിലുള്ള കമ്മ്യൂണിസം ആയിരിക്കാം, എങ്കിലും അത് സ്വേച്ഛാധിപത്യമില്ലാത്ത ഒരു കമ്മ്യൂണിസമായിരുന്നു. ലെനിന് ചെയ്യാൻ കഴിയാത്ത ഒരു അത്ഭുതം. ബുദ്ധൻ്റെ രീതി തികച്ചും വ്യത്യസ്തമായിരുന്നു. മനുഷ്യൻ്റെ മനസ്സ് മാറ്റുക, അതായത് മനോഭാവം മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ആ മാറ്റം ഉണ്ടാവുക എങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്താലും ആ ചെയ്യുന്നത് ബലപ്രയോഗമോ നിർബന്ധമോ ഇല്ലാതെ സ്വമനസാലെ മാത്രമായിരിക്കും. തൻ്റെ ധർമ്മപ്രചരണം മനുഷ്യരുടെ മനോഭാവം മാറ്റാൻ അദ്ദേഹം അവലംബിച്ച മുഖ്യമായ ഒരു മാർഗമായിരുന്നു. നിരന്തരമായ ധർമ്മോപദേശങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. ജനങ്ങളുടെ ഗുണത്തിനാണെങ്കിലും അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കുക എന്നതല്ലാതെ ആയിരുന്നു ബുദ്ധൻ്റെ രീതി. സ്വമനസാലെ കാര്യങ്ങൾ ചെയ്യുന്ന മട്ടിൽ മനുഷ്യൻ്റെ മനോഭാവം മാറ്റാനായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യം അത്ഭുതാപഹമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. അത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ടാണ് റഷ്യൻ സർവാധിപത്യം എല്ലാ പിന്നോക്ക രാജ്യങ്ങൾക്കും നല്ലതായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നത്. ഇത് സ്ഥിരമായ സർവാധിപത്യത്തിനു വേണ്ടിയല്ല ഈ വക്കാലത്ത് നമ്മൾ ഇവിടെ പറയുന്നത്. മനുഷ്യരാശിക്ക് സാമ്പത്തിക മൂല്യങ്ങൾ മാത്രമല്ല വേണ്ടത്, ആത്മീയ മൂല്യങ്ങളും അനിവാര്യമാണ്. സ്ഥിരം സർവാധിപത്യം ആത്മീയ മൂല്യങ്ങൾ ശ്രദ്ധ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതായോ തോന്നുന്നില്ല. രാഷ്ട്രീയ സമ്പദ്ഘടനയെ പന്നിയുടെ തത്വശാസ്ത്രമായാണ് കാറൽ വിശേഷിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് തികച്ചും തെറ്റാണ്. കാരണം ഭൗതിക സുഖങ്ങൾ മനുഷ്യന് ആവശ്യമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രവും അതുപോലെ തന്നെ തെറ്റാണെന്ന് തോന്നുന്നു. കാരണം പന്നികൾ മനുഷ്യരെക്കാൾ മെച്ചമാണ് എന്ന മട്ടിൽ പന്നികളെ കൊഴുപ്പിക്കുക എന്നതാണ് അവരുടെ തത്വശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു. മനുഷ്യൻ ഭൗതികമായും അതേപോലെ ആത്മീയമായും വളരുക തന്നെ ചെയ്യണം. ഫ്രഞ്ച് വിപ്ലവം, സാഹോദര്യം, സ്വാതന്ത്ര്യം, സമത്വം, ഈ 3 വാക്കുകൾ ചുരുക്കി പറഞ്ഞത് സമൂഹം പുതിയൊരു അസ്ഥിവാരം ഇടാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാഗതം ചെയ്തതിന് കാരണം തന്നെ ഈ മുദ്രാവാക്യമായിരുന്നു. സമത്വം സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റഷ്യൻ വിപ്ലവം
അതുകൊണ്ട് നാം അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ സമത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി സാഹോദര്യമോ സ്വാതന്ത്ര്യമോ വിലയടിക്കാൻ സമൂഹത്തിന് ഒരിക്കലും സാധിക്കില്ല. സാഹോദര്യവും സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ സമത്വത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ബുദ്ധമാർഗം പിന്തുടർന്നാൽ മാത്രമേ മൂന്നിനും സഹവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം കമ്മ്യൂണിസത്തിന് ഒന്നും നൽകാൻ കഴിയുന്നതല്ല. കമ്മ്യൂണിസത്തിന് എല്ലാം നൽകാനും ആവില്ല. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കെട്ടിപ്പടുക്കുന്നത് വെറും പാഴ്വേലയാണ് എന്നുള്ള സത്യം നമ്മുടെ കേരള സംസ്ഥാനത്തെ ജനങ്ങൾ അറിയണം. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതി മാറും. ലോകത്തിൻ്റെ രണ്ടിടങ്ങളെ രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ജീവിച്ച രണ്ടുപേരാണ് ബുദ്ധനും കാർൽ മാർക്സും. പ്രഥമ ദൃഷ്ടിയാൽ ഇവർ രണ്ടുപേരും വ്യത്യസ്തരാണെന്ന് തോന്നുമെങ്കിലും അവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ വിശകലനം ചെയ്ത് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അന്തിമമായി രണ്ടുപേരുടെയും ലക്ഷ്യമൊന്നാണെന്നും എന്നാൽ മാർഗങ്ങൾ വ്യത്യസ്തമാണെന്നും ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മുൻമതികൾ മാറ്റിവെച്ച് കമ്മ്യൂണിസ്റ്റുകാർ ബുദ്ധിസം പഠിക്കുകയാണെങ്കിൽ അവർക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള സത്യം അവർ ബുദ്ധി വികസിക്കുകയും അവർക്ക് ചിന്ത വെക്കുകയും ചെയ്യുമെന്നും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടാക്കുന്നത് ഒരു പാഴ്വേലയാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയും അംഗീകരിക്കേണ്ടതായി വരികയും ചെയ്യുമെന്നും സത്യം ഉറപ്പാണ്. എല്ലാവർക്കും രാമസ്നേഹിയുടെ ഈ ജനാധിപത്യ രീതിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഭരണഘടനയെ ഊന്നി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ, ജനാധിപത്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുവാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.